ഫ്രീലാൻസ് വിസയെന്നും പാർട്ണർ വിസയെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും ഈ മേഖലയിൽ വ്യാപകമായി പ്രചാരം നടത്തി ആളുകളെ വഞ്ചിക്കുന്നത്. ഗൈസ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, UAE ഗവൺമെന്റ് ഫ്രീലാൻസ് വിസ എന്ന് പറയുന്ന വിസ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരുപാട് പേര് ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ എന്താണ് ഈ ഫ്രീലാൻസ് വിസ എന്നുള്ളതിന്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ ഫ്രീലാൻസ് വിസ എന്ന് പറയുന്നതേ ഉള്ളൂ. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഒരു കമ്പനിയുടെ പേരിൽ തന്നെ ആയിരിക്കും വിസ അടിച്ചത്. ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യണമെന്നില്ലല്ലോ. നിനക്ക് ആ കമ്പനി നിനക്ക് NOC തരും, നിനക്ക് പുറത്തേക്ക് വർക്ക് ചെയ്യണം. അതിനാണ് നമ്മൾ ഫ്രീലാൻസ് വിസ എന്ന് പറയുന്നത്. ഇപ്പോൾ നിനക്ക് വിസ അടിച്ചത് ഒരു കഫ്റ്റീരിയയുടെ പേരിൽ വിസ അടിച്ചത്, കഫ്റ്റീരിയ നാളെ പൂട്ടിപ്പോയി, നിനക്ക് വിസ ചെയ്യാൻ തരാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഫ്രീലാൻസ് വിസ എടുക്കാനിരുന്ന ഒരാളായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ ഫ്രണ്ടിനോട് എൻക്വയറി ചെയ്തപ്പോൾ അവൻ പറഞ്ഞ ഡീറ്റെയിൽ ആണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. മെയിൻലി UAE പോലൊരു കൺട്രിയിൽ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള റീസൺ എന്താണെന്ന് അറിയാം. വിസിറ്റിംഗ് വിസ വരുന്നവർ ജസ്റ്റ് സ്ഥലം കാണാൻ പോവുക, ആ ഒരു രീതിയിലാണ് വിസിറ്റിംഗ് വിസ എടുക്കുന്നത്. ടൂറിസ്റ്റ് വിസയാണ് ശരിക്കും അത്. വിസിറ്റിംഗ് വിസ എന്നിട്ട് ഫ്രീലാൻസ് വിസ എടുക്കുക. അതുപോലെ പലരും ജോലി കയറലുണ്ട്. അപ്പൊ അങ്ങനെ കയറുമ്പോഴത്തേക്കും 1 മന്ത് പലരെയും ഫ്രീ ആയിട്ട് പണിയെടുപ്പിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവർ പറയും ലേബർ കോർട്ടിൽ പോകാൻ. ലേബർ കോർട്ടിൽ പോകുമ്പോൾ അവർ പറയും നിങ്ങൾ വിസിറ്റിംഗ് വിസയിലാണ് കറന്റ് ഉള്ളത്, സോ അതുകൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോകാൻ പറയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കത്തേ ഉള്ളൂ. സോ നമ്മൾ എത്ര കേസ് പറഞ്ഞു പോയാലും നമ്മൾ ജയിക്കത്തില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും. ഈ ഒരു കാര്യം മുതലെടുത്താണ് ഇങ്ങനെയുള്ളവര് നല്ല രീതിയിൽ ചീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ പേര് DM ചെയ്യുന്നുണ്ട്. അതിൽ എവിഡൻസ് ഉൾപ്പെടെ ഇട്ട ഒരാളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇടാം. ഓക്കെ, ആളുടെ ക്യാഷ് പോയിട്ടുണ്ട്, ഹാഫ് എമൗണ്ട് മേടിച്ചിട്ടുണ്ട്, ഏകദേശം നല്ലൊരു എമൗണ്ട് തന്നെ പോയിട്ടുണ്ട്.